Hello. Hello, sound checking. Hello. Hello, sound checking. Hello. Hello. Okay, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ക്ലാസ് 11 chapter 10 straight line part 2 ആണ്. So please visit part 1 before watching this video. Class 11 maths chapter 10 straight lines part 2 line. Part 2. Angle between two lines. രണ്ട് ലൈനുകൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുകയാണ്, ലൈൻ L1 and L2. Let L1 and L2 be two non-vertical lines. It is non-vertical. Vertical അല്ല, ചരിവുണ്ട്. With slope M1 and M2 respectively. അപ്പോൾ രണ്ട് ലൈനുകൾ ഇവിടെ തന്നിരിക്കുകയാണ്, L1 L2. This is L1 and this is L2. കണ്ടോ, L1 ഉം L2. അതിനകത്ത് L1ന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് M1 ചരിവ്, L2ന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് M2. ഓക്കെ, if alpha 1 and alpha 2 are the inclination of line L1 and L2 respectively. What do you mean by inclination? നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഈ പറയുന്ന L2 എന്ന് പറഞ്ഞ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ ദാറ്റ് ഈസ് ആൽഫ 2, ക്ലിയർ? L1 ഉണ്ടാക്കുന്ന ആംഗിൾ ദാറ്റ് ഈസ് ആൽഫ 1. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആൽഫ 1 and ആൽഫ 2, ക്ലിയർ? സോ ദെൻ M1 ദാറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. സോ M1 ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ 1 ആണ്, അതുകൊണ്ട് ടാൻ ആൽഫ 1. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ L2? അഗൈൻ L2ന്റെ സ്ലോപ്പ് M2 ഇസ് ഈക്വൽ ടു ടാൻ ആൽഫ 2. എന്താണ് ആൽഫ 2 വരാൻ കാരണം? ദിസ് ഈസ് ദ ആംഗിൾ. ഓക്കെ, ഇൻക്ലിനേഷൻ ബിറ്റ്വീൻ ദ ഹൊറിസോണ്ടൽ ലൈൻ. സോ അത് രണ്ടുമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, M1 എഴുതി, M2 എഴുതി, ക്ലിയർ? ഓക്കെ, കൺസിഡർ ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു തീറ്റ. ഇവിടുത്തെ ആംഗിൾ എന്ത് തന്നെയാണ്? തീറ്റ, ക്ലിയർ? രണ്ട് സെയിം ആണ്. സെയിം ആയത് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് കേട്ടോ, ഇവിടെയുള്ള ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആയിരിക്കും. ദിസ് ഇസ് തീറ്റ ആൻഡ് ദിസ് ഇസ് ആൾസോ തീറ്റ, ക്ലിയർ? ഓക്കെ, അക്കോർഡിംഗ് ടു വൺ തിയറി, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ എക്സ്റ്റേണൽ ആംഗിൾ, സപ്പോസ് ദിസ് ഇസ് ഇസെറ്റ്, അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ, ഇത് വൈയും ആണെങ്കിൽ ഇസെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇങ്ങനെ ഒരു തിയറി ഉണ്ട്, എക്സ്റ്റേണൽ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ, ഓപ്പോസിറ്റ്, ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഇന്റീരിയർ ആംഗിളിന്റെ തുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സിന്റെ സ്ഥലത്ത് ആൽഫ 2 ആണ്. സോ ആൽഫ 2 ഇസ് ഈക്വൽ ടു വാട്ട്? ആൽഫ 1 പ്ലസ് നമ്മളിവിടെ this angle is taken as theta, so therefore this is also theta. So alpha 1 plus theta. Then what is theta? Theta is equal to, നമ്മൾ ഈ ആൽഫ 1 ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ that is alpha 2 minus alpha 1. This is theta. Clear? Okay. So theta is equal to alpha 2 minus alpha 1. Clear? Tan theta, that is the slope, that is the angle between these two. ഇത് ഈ L1 L2 ഈ രണ്ട് ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ, ക്ലിയർ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് വേണം? ടാൻ തീറ്റ എടുക്കാം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ തീറ്റ എന്തെന്ന് കിട്ടി? ആൽഫ 2 മൈനസ് ആൽഫ 1. അപ്പൊ തീറ്റയുടെ പ്ലേസിലേക്ക് നമുക്ക് ഇതങ്ങോട്ട് പുട്ട് ചെയ്യാം. സോ ടാൻ ആൽഫ 2 മൈനസ് ആൽഫ 1. നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട് ട്രിഗണോമെട്രിയില്, ടാൻ എന്താണ്? എക്സ് മൈനസ് വൈ, അല്ലേ? Tan x minus y is equal to tan x minus tan y divided by 1 plus tan x tan y. Clear? So ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ tan alpha 2 minus tan alpha 1 divided by 1 plus tan alpha 1 tan alpha 2 എഴുതിയിരിക്കുന്നത്. Okay, clear? Then what is tan alpha 2? Tan alpha 2 is equal to m2. So put m2 here. Then what is tan alpha 1? Tan alpha 1 is equal to m1. So m1 here. താഴെയും അങ്ങനെ തന്നെ 1 plus m1 m2. So ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് കിട്ടി. ദ ഫോർമുല ഈസ് m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. ക്ലിയർ? നമ്മൾ ക്ലിയർ ആണോ, സൗണ്ട് ക്ലിയർ ആണോ നോക്കിയിട്ട് തിരിച്ചു വരാം.
Okay, it's okay. ഇനി നമുക്ക് നെക്സ്റ്റ് ഇഫ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ആംഗിളും കൂടി കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു ആംഗിൾ കാണുന്നുണ്ടല്ലേ? ദിസ് ഈസ് 5. ഇത് നമ്മൾ 5 എന്ന് എടുക്കാം. ആൻഡ് ഈ ഒരു വര നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 180 ഡിഗ്രിയാണ്. ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. സോ ദിസ് 5 is equal to എന്തായിരിക്കും? 5 is 180 മൈനസ് തീറ്റ ആയിരിക്കും. ക്ലിയർ ആണോ? 180 മൈനസ് തീറ്റ. സോ അതുകൊണ്ട് നമ്മൾ 5 is 180 മൈനസ് തീറ്റ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ടാൻ ഇതെടുക്കണം. ടാൻ 5 is equal to tan 180 minus theta. നമ്മൾ പഠിച്ചിട്ടുണ്ട് tan pi minus theta. Pi minus theta. It is equal to tan theta. Tan theta. ഈ പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റാണ് വരുന്നത്? അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. ട്രിഗണോമെട്രി നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ട്രിഗണോമെട്രി പഠിച്ച കുട്ടികൾക്ക് ഇത് മനസ്സിലാവും. ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാൻ മൈനസ് ആണ്. സോ ദിസ് ഈസ് മൈനസ് ടാൻ തീറ്റ. സോ ദ ആൻസർ ഈസ് മൈനസ് ടാൻ തീറ്റ. ക്ലിയർ ആണോ? We already know that what is tan theta. Tan theta is equal to m2 minus m1 divided by 1 plus m1 m2. So that we will apply it. So minus m2 minus m1 divided by 1 plus m1 m2. So there are two cases. Case 1, m2 minus m1 1 plus m1 m2 is positive. Again, theta will be positive and tan 5 will be negative, which means theta will be active, tan 5 will be obtuse. That we will first case. First case theta ചെറുതുമാണ് 5 വലുതുമാണ്. 5 answer negative ആയിരിക്കും. തീറ്റയുടെ ആൻസർ ഇവിടുത്തെ ആൻസർ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ഒരു കേസ്. മറ്റൊരു കേസ് ഇത് വലുതും ഇത് ചെറുതും ആവുന്ന കേസാണ്. ഓക്കെ, ഇഫ് m2 minus m1 is negative, then tan theta will be negative and tan 5 will be positive. That's all. So please remember this formula. Tan theta is equal to m2 minus m1 divided by 1 plus m1 m2. ഇനി നമുക്ക് പഠിക്കാനുള്ളത് collinearity of 3 points ആണ്. എന്താണ് collinearity? It's very easy. ഇപ്പോ 3 points 3 പോയിന്റുകൾ ഒരു ലൈനിൽ തന്നെ കിടക്കുകയാണെങ്കിൽ, സപ്പോസ് ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി, ദിസ് ഇസ് സി, then we know that എന്താണ് all points are lines in a lies in a line. ഒരു ലൈനിൽ തന്നെയാണ് കിടക്കുന്നത്. സോ they are known as collinear. അപ്പോൾ കൊളീനിയർ ആണെങ്കിൽ ഇവിടെ നോക്കി കണ്ടോ, അപ്പോൾ ഈ ഒരു വര നമ്മൾ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ എ ബി, അതിന്റെ സ്ലോപ്പും ഇനി നമ്മൾ എന്താണ് ബി സിയുടെ സ്ലോപ്പ് എന്താണ് സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടിന്റെ സ്ലോപ്പ് സെയിം ആണെന്ന് തെളിയിച്ചാൽ മതി. അതായത് എ മുതൽ ബി വരെയുള്ള രണ്ട് കോർഡിനേറ്റ്സ് എടുത്തിട്ട് സ്ലോപ്പ് കാണാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ സ്ലോപ്പും അതുപോലെ ബി മുതൽ സി വരെയുള്ളതിന്റെ എടുത്തിട്ട് ബി സിയുടെ സ്ലോപ്പ് നിങ്ങൾ കണ്ടുപിടിക്കുക. രണ്ടും സെയിം ആണെങ്കിൽ അത് കൊളീനിയർ ആയിരിക്കും. ഇനി നിങ്ങൾ സെക്ഷൻ ഫോർമുല ഇത് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കുക അതിനുള്ള ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. The coordinates of a point dividing lines given joining point x1 y1 and x2 y2 internally in the ratio m raised to n are. അതായത് നമുക്കിപ്പോൾ ഒരു ലൈൻ തന്നിട്ടുണ്ട്. സപ്പോസ് ദ ലൈൻ ഈസ് പി ക്യൂ. അതായത് പിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് x1 y1. ക്യൂവിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് x2 y2. ക്ലിയർ? ഓക്കെ, so there is a point here r. ഇവിടെ r എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിന്റെ കോർഡിനേറ്റ് നമുക്ക് അറിയില്ല. We don't know what is the coordinates. So how to find it? If you know the division, suppose this is m and this is n. അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിവിഷൻ, ഇവിടുത്തെ ഡിവിഷൻ m raised to n ആണെങ്കിൽ you can use this formula. Okay, m into x2 plus n x1 divided by m plus 1, my2 plus ny1 divided by m plus n. y2 എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ. ഓക്കെ, ദിസ് ഈസ് ഇന്റേണലി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ എക്സ്റ്റേണലി ഉണ്ട്. സോ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The coordinates of a point which divides the line segment joining A 1 minus 3 and B minus 3 9 internally in the ratio 1:3. So this is m. 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? This is taken as 1 is taken as m. This is n. Okay. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. m is 1. Then x2. What is x2? This is x1 y1 and this point is taken as x2 y2. So this is x2. Clear? So x2 plus n into x1. n എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. Okay, into x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്. So divided by m plus n. That is 1 plus 3. Okay.
is equal to 0. Similarly, y കാണുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. The point is 0, 0. Okay. ഇത് m is equal to n ആണെങ്കിൽ ഈ പറയുന്ന ഇവിടെ m നും 1 1 ആവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ x1 plus x2 y1 plus y2 ഇനി സോറി നമുക്ക് ഒരെണ്ണം കൂടി മിസ്സായി പോയി. അതായത് ഇത് എക്സ്റ്റേണലി ആണെങ്കിൽ, സപ്പോസ് ഇന്റേണലി ആണെങ്കിൽ, എക്സ്റ്റേണൽ ആണെങ്കിൽ ഈ പ്ലസിന് പകരം നിങ്ങൾ അവിടെ എന്താക്കുക, മൈനസ് ആക്കുക. ഓക്കെ, എക്സ്റ്റേണലി ആണെങ്കിൽ രണ്ട് സ്ഥലത്തും രണ്ട് ഇക്വേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ഡിവിഷൻ ഉണ്ട്, ഇന്റേണൽ ഡിവിഷൻ. മൈനസ് ആക്കുക. ഇറ്റ് ഈസ് എക്സ്റ്റേണലി. ഇപ്പൊ രണ്ട് ഇക്വേഷൻ പഠിച്ചു നോക്കണം. ഇന്റേണൽ ആണെങ്കിൽ അവിടെ പ്ലസ്, എക്സ്റ്റേണലി ആണെങ്കിൽ എന്താണ് അവിടെ മൈനസ് ആക്കി വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഇത് നിങ്ങൾ +2 പഠിക്കും. ഇനി നമ്മൾ പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ whose vertices are x1 y1 x2 y2 and x3 y2. 3 വെർട്ടിസസ് ഒരു ട്രയാങ്കിൾ തന്നിരുന്നു. അതിന്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണത്. half into x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. ഓർത്തിരിക്കാനൊരു ഒരു എളുപ്പമാർഗം കൊണ്ട് ഇങ്ങനെയാണ് ഞാൻ എഴുതാറ്. ഹാഫ് മോഡുലസ് ഇടാം, then x1 x2 x3 മൂന്നെണ്ണം നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്നു. x1 എഴുതുന്നു, പ്ലസ് എന്താണ് x2 എഴുതുന്നു, കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് പ്ലസ് x3 എഴുതുന്നു. ഇനി നമ്മളിവിടെ ഓൾറെഡി 1 എഴുതി കഴിഞ്ഞു. അപ്പൊ ഇനി ബ്രാക്കറ്റിനകത്ത് സ്വാഭാവികമായിട്ടും അടുത്ത രണ്ട് സംഖ്യകൾ 2 3. ഇവിടെ ഓൾറെഡി നമ്മൾ 2 എഴുതി കഴിഞ്ഞു. ബ്രാക്കറ്റിനകത്ത് അടുത്ത സംഖ്യകൾ വരുന്നത് 3 1. ഇവിടെ ഓൾറെഡി നമ്മൾ 3 എഴുതി കഴിഞ്ഞു. ബ്രാക്കറ്റിലെത്തി ഇനി ബാക്കി വരുന്നത് 1 2. ക്ലിയർ ആണോ? then put y here, y minus y minus y. Okay, y minus y. So that's all. Clear? Yes. For example, other 4 4 3 minus 2 minus 1 16. ഇങ്ങനെ 3 കോർഡിനേറ്റ്സ് തന്നിട്ട് അതിന്റെ ഏരിയ, ഏതൊരു ട്രയാങ്കിൾ ആണ്, ആ ട്രയാങ്കിളിന്റെ 3 കോർഡിനേറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. Suppose this is A, this is B, this is C. ആ കോർഡിനേറ്റ്സിന് ഇതിനെന്താണ് x1 y1 എന്ന് എടുക്കാം. And this one is x2 y2. This is equal to x3 y3. Okay. Then put in this equation. ആ ഇക്വേഷനിൽ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി 27 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. Okay. So if the area of the triangle ABC is 0, then the 3 points ABC lies on the line. That is their collinear. അപ്പോൾ collinear ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. 3 പോയിന്റ് വന്നിട്ട്. അപ്പോൾ അത് 0 കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, collinear ആയിരിക്കും. Okay. Let us do exercise 10.1. നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം ഇത് വർക്കിംഗ് ആണോ എന്ന്. ഓക്കെ, യെസ്. ഓക്കെ, draw a quadrilateral in the Cartesian plane whose vertices are -4 5 0 7 5 -5 and -4 -2. Also find its area. ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതായത് ക്വാഡ്രന്റ് വരയ്ക്കാനായിട്ട് വെർട്ടിസസ് -4 5, അതുപോലെ തന്നെ എന്താണ് 0 7 5 -5 -4 -2. അപ്പൊ ഇവിടെ മാക്സിമം എക്സിൽ പോയിരിക്കുന്നത് 5 ആണ്. ഒരു കോർഡിനേറ്റ് വരയ്ക്കാം. സപ്പോസ് ദിസ് ഇസ് 1 and this is 2 and this is 3, this is 4 5. മാക്സിമം 5 ആണ് എക്സ് ആക്സിൽ പോയിട്ടുള്ളത്. ആൻഡ് വൈ ആക്സിസിൽ പോയിട്ടുള്ള മാക്സിമം 7 ആണ്. 7 ആണ് മാക്സിമം പോയത് നമുക്ക് മുകളിലേക്ക്. സോ ദിസ് 1 2 3 4 5 6 and this one is 7. ഓക്കെ, ഇനി നെഗറ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആക്സിസിൽ എക്സ് ആക്സിൽ മാക്സിമം പോയേക്കുന്നത് -4 ആണ്. സോ ദിസ് ഈസ് -1 -2 -3 -4 -5. ഓക്കെ, ആൻഡ് വൈ ആക്സിസിൽ മാക്സിമം പോയിരിക്കുന്നത് താഴേക്ക് നെഗറ്റീവ് ആയിട്ട് ഒരു -5 ആണ്. ദിസ് ഇസ് -1 -2 -3 -4 -5. ഓക്കെ, സോ ഇനി സെന്ററിൽ എന്ന് പറയുന്നത് 0 ആണ്. 0 ക്ലിയർ, 0 0. ഓക്കെ,
ഇതിനകത്ത് നമുക്ക് ഓരോ നടൽപ്പെടുത്താം. ഫസ്റ്റ് ഓഫ് -4 5, അതായത് എക്സ് ആക്സിസിൽ -4, y ആക്സിസിൽ 5. സോ ദിസ് ഈസ് 5 and this is -4. So this is the point A. Okay, A. Suppose point B എന്ന് പറഞ്ഞാൽ 0 7 0 7, x axis 0, y axis 7. This is the point B. Clear? And C എന്ന് പറഞ്ഞാൽ 5 -5 5 -5 നമ്മൾ എടുക്കുന്നു, 5 എന്ന് എടുക്കുന്നു. So this is 5 -5. Okay, this is the point C. Clear? The C കഴിഞ്ഞു. Then D എന്ന് പറഞ്ഞാൽ -4 -2. So this is -4 and this is -2. This point is എന്താണ് D. Clear? അപ്പോൾ നമുക്ക് ഇവിടെ കോർഡിനേറ്റിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നമുക്കത് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ എ ബി ജോയിൻ ചെയ്തു, എ ബി സി ജോയിൻ ചെയ്തു, ദെൻ ഡി ജോയിൻ ചെയ്തു. ഓക്കെ, ചരിഞ്ഞു പോയി. സോ ഒന്നുകൂടി നമുക്ക് വരയ്ക്കാം. സി ജോയിൻ ചെയ്തു, ദെൻ ഡി ജോയിൻ ചെയ്തു, ദെൻ ഹിയർ AB. So this is our quadrilateral. Clear? Then the question is find its area. Area നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ABC. This is A and this is B and this is C. Clear? ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നിങ്ങൾ കണ്ടെത്തും. എങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ജോയിൻ ചെയ്യാൻ. Okay, so this is one of the triangle ABC. Clear ആണോ? അപ്പോൾ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഏരിയ കാണാൻ 3 ക്വാഡ്രന്റ് 3 പോയിന്റിൽ അറിയാമെങ്കിൽ ഏരിയ കാണാൻ കുറച്ച് നേരം മുന്നേ ഞാൻ പഠിപ്പിച്ചു. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കും. സിമിലർലി ദിസ് ഈസ് ദ സെക്കൻഡ് ട്രയാങ്കിൾ. ക്ലിയർ? സോ ഇവിടെ ഈ 3 പോയിന്റുകൾ ഉപയോഗിച്ചിട്ട്, അതായത് എയും ഡിയും സിയും ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടെത്തുന്നു. ഈ രണ്ട് ഏരിയയും തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ ഈ ഫിഗറിന്റെ ABCDയുടെ ടോട്ടൽ ഏരിയ ആയി. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താണ്? ABCയുടെ ഏരിയ നമുക്ക് കാണാം. ABCയുടെ ഏരിയ ആദ്യം എ എന്ന് പറഞ്ഞ ക്വാഡ്രന്റ് അറിയാം. എ എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ് എന്താണ്? -4 5. ഓക്കെ, ആൻഡ് ബി എന്ന് പറഞ്ഞ എന്താണ്? അത് 0 7 ആൻഡ് സി എന്ന് പറയുന്നത് 5 -5 ക്ലിയർ? സോ നമുക്ക് ഇതിനെ പേരുകളിടാം. നമ്മൾ പേരുകളിടുകയാണെങ്കിൽ ദിസ് ഈസ് x1 y1 and this one is x2 y2 and this is x3 y3. ഓക്കെ, ഇനി നമ്മൾ ഫോർമുല എഴുതണം. ഫോർമുല നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? ഹാഫ് മോഡുലസ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം എന്ത് ചെയ്യുക, ഈ എക്സുകളൊക്കെയാണ് പ്രത്യേകത. x1 ഫോർമുല എഴുതുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ പറയുന്നത്. x1 ബ്രാക്കറ്റിൽ എന്തോ ഉണ്ട് അവിടെ കിടക്കട്ടെ, പ്ലസ് x2 ബ്രാക്കറ്റിൽ എന്തോ ഉണ്ട് അവിടെ കിടക്കട്ടെ, പ്ലസ് x3 ബ്രാക്കറ്റിൽ എന്തോ ഉണ്ട് അവിടെ കിടക്കട്ടെ. ഓക്കെ, മോഡുലസ്. ഇനി ബ്രാക്കറ്റിൽ ഞാൻ എഴുതാൻ പോയത് നമ്പർ 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ 2, പിന്നെ തൊട്ടടുത്ത നമ്പർ എന്താണ്? 3. ക്ലിയർ? ഇവിടെ 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 3, പിന്നെ 1 ആണ്. ഓക്കെ, 1 2 3 എന്ന് പറഞ്ഞ ഓർഡറാണ് ഞാൻ സാരി പറയാം. ഇവിടെ 3 കഴിഞ്ഞാൽ പിന്നെ അഗെയിൻ എന്താണ്? 1 2. ഇവിടെ y ചേർക്കുക, y മൈനസ് y, ഇവിടെ y മൈനസ് y, ഇവിടെ y minus y. So the formula is x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. So put the values here. So half modulus x1. What is x1? 4 minus 4 into y2 minus y3. y2 this is 7. The y3 is minus 5. 7 minus 5 എന്ന് പറയുമ്പോൾ 7 plus 5. Okay. 7 plus 5 plus x2. What is x2 here? 0. So അത് 0 വന്നുകൊണ്ട് അത് ചെയ്യേണ്ട. x2 is equal to 0. So that term അത് ഗുണിക്കുമ്പോൾ 0 വരും. അതുപോലെ
Then x3 5 ആണ്. So 5 into y1 is equal to 5 minus y2. What is y2? 7. So 5 minus 7. Clear? ഇനി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ഹാഫ് ഇൻറ്റു എന്താണ് മൈനസ് 7 5 7 3 10 12 ഇൻറ്റു 4 എന്ന് പറയുന്നത് 48. സോ മൈനസ് 48. 5 മൈനസ് 7 എന്ന് പറഞ്ഞാൽ മൈനസ് 2 വരാം. മൈനസ് 2 ഇൻറ്റു 5 മൈനസ് 10. ക്ലിയർ? ഓക്കെ. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു മോഡുലസ് 48 10 കൂട്ടുമ്പോൾ 58 മോഡുലസ് 58. സോ അത് വെട്ടി ഹരിക്കുമ്പോൾ ദ ആൻസർ ഈസ് 29. ക്ലിയർ? സോ 29 നമുക്ക് കിട്ടി. സിമിലർലി നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിൾ കണ്ടു. ഇപ്പൊ നമ്മൾ എ ബി സി ഇതാണ് എടുത്തത്. സിമിലർ നമുക്ക് എ ഡി സി എടുത്തിട്ട് അതിന്റെ ഏരിയയും കണ്ടെത്താം. എന്നിട്ട് ഈ രണ്ട് ഏരിയയും തമ്മിൽ നമ്മൾ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരും. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിൾ നമുക്ക് ഇവിടെ കിടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ ബി സി. നോക്കൂ, പേര് എ ബി സി അല്ലേ? എ ബി സി. ഓക്കെ. Our triangle is ABC. Okay. Then A. What is A? A is equal to minus 4, 5, and D. What is D? D in the coordinate minus 4, minus 2. Minus 4, minus 2. And C. C already we know. C is equal to 5 minus 5. Okay. Then in the area, if you formula apply half into modulus and then x1 or minus 4 into and the bracket y2 minus y3. So y2, this is minus 2 minus y3 minus plus y2. So minus 2 y2 minus y3. So minus 2 y2, this is y2. Then y3 minus minus y plus 5. Okay. Minus 4. Okay. Then next plus x2 another. Here x2 is equal to minus 4. Minus 4. So this is minus 4. Minus 4 bracket another. x2 y3 minus y1 y3 minus 5 y3 minus 5 minus y1 adum 5 okay. So plus x3 that is 5 bracket x3 vareyaanengil bracket 1 2 adayathu minus 4 y3 y1 minus y2, that is 5 minus minus 2, that is 5 plus 2. Okay. Next is the formula. The formula is okay. You will solve you will get 31.5. Okay. Adim bracket So second question. The base of an equilateral triangle with the side 2A lies along the y-axis such that the midpoint of the base is at the origin. Find the vertices of the triangle. The base of an equilateral triangle with the side 2A lies along the y-axis. And the equilateral triangle under the base y-axis. So this is the base. Okay. 2A. Center. So this is A and this is A. Clear? Okay. Yes. Then what is this point? This is 0, A. Okay. Then what is this point? For 0, minus A. Clear? So the midpoint of the base is at the origin. The base in the midpoint origin and so this is 0, 0. Clear? Find the vertices of the triangle. This vertices
Suppose this is A dash, this is A. ഒന്നില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ട്രയാങ്കിൾ പി ക്യു, ഒന്നില്ലെങ്കിൽ ട്രയാങ്കിൾ പി ക്യു എ അല്ലെങ്കിൽ പി ക്യു എ ഡാഷ്. അപ്പോൾ ഈ രണ്ട് കോർഡിനേറ്റ് നമുക്ക് കിട്ടി. ഫൈൻഡ് ദ വെർട്ടിക്സ് ഓഫ് ദി ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതും കിട്ടി ഇതും കിട്ടി, അതിനകത്ത് ഡൗട്ട് ഇല്ല. ബട്ട് ഇത് നമുക്ക് കിട്ടിയിട്ടില്ല. വാട്ട് ഈസ് ദിസ്? ഇത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്കൊരു കാര്യം അറിയാമല്ല, ഇത് എ ആണ്, ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് എന്താണ് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ ദിസ് ഈസ് 2a and this is also 2a, this is എന്താണ് 2a. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ഒന്ന് എടുത്തെഴുതാം. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഇത് 2a, ഇത് a. നമുക്ക് ഈ ഒരു സൈഡ് കണ്ടെത്തിയാൽ മതി. അതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറി ഇവിടെ അപ്ലൈ ചെയ്ത് ദിസ് ഈസ് ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി. സോ 2a സ്ക്വയർ 2a ഹോൾ സ്ക്വയർ മൈനസ് എന്താണ് a സ്ക്വയർ. So this is 4a square minus a square. So this is equal to 3a square. ഞാൻ റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കുമ്പോൾ is equal to root 3a square ന്റെ റൂട്ട് a. So this is root 3a. This distance is root 3a. ഇത് x axis ആയതുകൊണ്ട് x axis ലെ എൻ്റെ പ്രത്യേകത y യുടെ വില 0 ആയിരിക്കും. So root 3a, 0. Clear? Similarly ഇപ്പുറത്തേക്കും അങ്ങനെ തന്നെ, പക്ഷെ അത് മൈനസ് ആയിരിക്കും. അപ്പോൾ മൈനസ് root 3a, എന്താണ് 0. സോ ഈ എല്ലാ കോർഡിനേറ്റ്സും കിട്ടിയില്ലേ? That's all. Then next question is find the distance between P x1 y1 and Q x2 y2 when PQ is parallel to the y-axis. The second question, PQ is parallel to the x-axis എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് PQ is parallel to the y-axis. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. X coordinates of P and Q same ആയിരിക്കും. PQ parallel to the y-axis എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിസ് ആദ്യം വരയ്ക്കുക. ദിസ് ഈസ് ആക്സിസ്. ഓക്കെ, ദെൻ PQ എന്ന് പറയുന്നത് സാറ് ഇങ്ങനെ വരയ്ക്കാം, പാരലൽ ടു y-axis. സപ്പോസ് ദിസ് ഈസ് P and this is Q. ക്ലിയർ? സോ PQ is parallel to the y-axis എന്ന് പറയുമ്പോൾ ഇവിടെ Pയുടെ കോർഡിനേറ്റ് ദാറ്റ് ഈസ് x1 y1. നമുക്ക് അതൊരു ഐഡിയ വേണം എന്ന് നമ്മൾ പറയണമെന്നുള്ളത്. Qയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ദിസ് ഈസ് കോർഡിനേറ്റ് x2 എന്താണ് വൈറ്റ്. ക്ലിയർ? ഈ x1ഉം y1ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. x1ഉം y1ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മുടെ ചോദ്യം ഇത് തമ്മിൽ ഡിസ്റ്റൻസ് കാണാനാണ്. ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല നിങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? x1ഉം x2 തമ്മിൽ കുറച്ച് അതിന്റെ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 അതിന്റെ സ്ക്വയർ. അപ്പൊ ഇത് രണ്ട് സെയിം ആണെങ്കിൽ അതിന്റെ സ്ക്വയർ കാണണോ? 0 ആണ്. ശരിയോ? ഓൺലി എന്താണ് y1 മൈനസ് y2 നമ്മൾ കണ്ടാൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു y1 മൈനസ് y2 എന്താണ് ഹോൾ സ്ക്വയർ. ഓക്കെ, ക്ലിയർ? സോ ഒരു സംഖ്യയുടെ സ്ക്വയറിന്റെ റൂട്ട് കാണുമ്പോൾ അതിൻ്റെ അകത്ത് എടുക്കുന്ന സംഖ്യ മോഡലാസ് y1 മൈനസ് എന്താണ് y2. ക്ലിയർ? സോ ദിസ് ഈസ് ദ ആൻസർ ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ PQ is parallel to the x-axis. അപ്പോൾ നമ്മുടെ ആക്സിസ് ഇതാണെന്ന് വിചാരിക്കും. This x and this is y. ഇവിടെ PQ parallel to x-axis എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വരിക, ഇങ്ങനെയാണ് വരിക. This is P and this one is Q. ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ x1 y1. This is one is x2 y2. ഓക്കെ, അപ്പോൾ ഇത് പാരലൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് y എല്ലാം സെയിം ആയിരിക്കും. ഇതാണ് y കണ്ടോ, ഇതെല്ലായിടത്തും സെയിം ആയിരിക്കും. സോ y1ഉം y2ഉം എന്താണ് സെയിം ആയതുകൊണ്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ 0 കിട്ടും. അതുകൊണ്ട് ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുലയിലെ x1 x2 തമ്മിലുള്ള ഡിഫറൻസ് മാത്രം കണ്ടാൽ മതി. സോ x1 മൈനസ് എന്താണ് x2 ഹോൾ സ്ക്വയർ ഇതിന്റെ റൂട്ട് കാണുന്നു. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q. സോ ഒരു സംഖ്യയുടെ സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. സോ ദ ആൻസർ ഇസ് x1 മൈനസ് x2. ക്ലിയർ? നമുക്കിത് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Okay, this is okay. Then question number 4. Find a point on the x-axis which is equidistant from the point 7634. അതായത് x-axisൽ ഒരു പോയിന്റ് നിങ്ങൾ കണ്ടെത്തണം. അത് 7634 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈക്വി ഡിസ്റ്റൻസ് ആണ്.
Okay, clear? So suppose this is the x-axis. ഇതാണ് x-axis ആയിരിക്കും. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. സപ്പോസ് ഇവിടെ ഒരു 7 6 എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. അതുപോലെ ഇവിടെ 3 4 എന്ന് പറയുന്ന വേറൊരു പോയിന്റ്. ഈ പോയിന്റ് സപ്പോസ് P and suppose this point is Q and this point is equal to R. That is PR is equal to PQ. This is the question given. PR is equal to PQ. Find R. Sorry, RQ. PR is equal to RQ. ഇത് രണ്ടും സെയിം ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ R ന്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം കണ്ടത്. അപ്പോൾ ഒരു ജനറൽ എന്ന രീതിയിൽ നമുക്കറിയാം എക്സ് ആക്സിസിൽ ആദ്യത്തെ വില എന്ന് പറയുന്നത് ഉണ്ടാവും, പക്ഷെ രണ്ടാമത്തെ വില ഉണ്ടാവില്ല. ആദ്യത്തെ വില സാറ് എക്സാക്സ് ആയതുകൊണ്ട് സാറ് എക്സ് എന്ന് കൊടുത്തു, രണ്ടാമത്തെ വില സാറ് 0 കൊടുത്തു. ദെൻ ഈ രണ്ട് പോയിന്റുകൾ, അതായത് പി ആറും നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ക്യൂ ആറും നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ആ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആണെന്ന് എഴുതാം, എന്നിട്ട് എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പി ആർ കണ്ടുപിടിക്കാം. പി ആർ അത് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? 7 6 അല്ലേ? സോറി 3 4. പി നമ്മൾ എഴുതിയിരിക്കുന്നത് 3 4 ആണ്. This is 3 4. Okay, and R എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് ആക്സിസ് ഒരു വാല്യൂ ഉണ്ട് എക്സ്, വൈ ആക്സിസ് ഒരു വാല്യൂ ഉണ്ട് 0. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എക്സുകൾ തമ്മിൽ കുറയ്ക്കുന്നത്? ദാറ്റ് ഈസ് എന്താണ്, ഇത് കുറയ്ക്കാം. ഓക്കെ, ഇത് x1 y1 എടുക്കാം. ക്ലിയർ? അപ്പോൾ x minus 3 ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ് 0 minus 4 ഹോൾ സ്ക്വയർ. ഓക്കെ, ക്ലിയർ? യെസ്. ഇത് എന്തിന് ഈക്വൽ ആണ്? ആർ ക്യൂവിന് ഈക്വൽ ആണ്. ക്ലിയർ ആണല്ലോ? ആർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. സോ ആർ ഇവിടെ ഉണ്ട്, ക്യൂവിന്റെ കോർഡിനേറ്റ്സ് ക്യൂ ഈക്വൽ ടു 7 6. സോ റൂട്ട് ഓഫ് നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു x minus 7 ഹോൾ സ്ക്വയർ പ്ലസ് 0 minus 6 ഹോൾ സ്ക്വയർ. രണ്ട് സംഖ്യയുടെ റൂട്ടുകൾ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ അകത്തുള്ളത് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x minus 3 ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ് 0 minus 4 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു x minus 7 ഹോൾ സ്ക്വയർ പ്ലസ് 0 minus 6 ഹോൾ സ്ക്വയർ. ഇനി നിങ്ങൾ ഇതിന്റെ സ്ക്വയറുകളൊക്കെ കാണണം. അപ്പോൾ ആദ്യം x minus 3 ഹോൾ സ്ക്വയർ, എക്സ് സ്ക്വയർ minus x into 2 into x into 3, that is 6x plus 3 യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് ഇവിടെ 0ന്റെ സ്ക്വയർ എഴുതേണ്ട ആവശ്യമില്ല, 2 into 0 into 4 അത് എഴുതേണ്ട ആവശ്യമില്ല, അവസാനം -4ന്റെ സ്ക്വയർ, that is 16. Okay, is equal to here x minus 7 the whole square, that is x square minus 2 into x into 7, that is 14x plus 7 into square, that is 49 plus 0 into square നമ്മൾ കണ്ട ആവശ്യമില്ല, minus 36. Okay, clear? Yes. ഇനി ഇവിടെ എക്സ് ഉള്ള ടേംസ് ഒക്കെ നമുക്ക് അടുപ്പിച്ച് കൊണ്ടുവരാം. ഇവിടെ ഒരേപോലത്തുള്ള ടേംസ് പറ്റി എക്സ് സ്ക്വയർ ഗെറ്റ് ക്യാൻസൽ. ദെൻ ഇവിടെ -14 6 ഉണ്ട്, ഇവിടെ -6 ഉണ്ട്. -6 ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു -6 പോയി കഴിഞ്ഞാൽ -4 പോയി കഴിഞ്ഞാൽ 10, അത് -8x. ക്ലിയർ? ഓക്കെ, സോ ഇവിടെ 9 ഇപ്പുറത്തേക്ക് വന്നു എന്ന് വിചാരിക്കുക. സോ ഈ 9 ഇവിടെ -9, അപ്പോൾ 49 - 9 40. So this is 40. Okay. ഈ 16 ഇപ്പുറത്തേക്ക് വന്നാൽ -16 ആവും. അപ്പോൾ 16 36 എന്ന് പറയുകയാണെങ്കിൽ 20. ക്ലിയർ ആണോ? സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതെല്ലാവരും പോയി പെടുന്നു. ഇപ്പോഴത്തെ എല്ലാവരും അങ്ങോട്ട് പോയി. സോ ഇവിടെ ബാലൻസ് വരുന്നത് ഒരു 8x ആണ്, -8x. ഈ 40 ഇത് കൂട്ടുമ്പോൾ എന്താണ് 16 കിട്ടും. ക്ലിയർ ആണ്? ഓക്കെ. ഈ -8x ഞാൻ ഇപ്പുറത്തേക്ക് കിട്ടും. സോ 8x is equal to എന്താണ് 60. So what about 60/8? So this is equal to വെട്ടി ഹരിക്കുക 2 കൊണ്ട് 13/4 വരും. വീണ്ടും 2 കൊണ്ട് വെട്ടാ. So this is equal to 15/2. Okay. So x കിട്ടി. Then the coordinates of r is equal to x, 0 ആയിരുന്നു. So the coordinates is 15/2, 0. Okay, clear? Next question. Find the slope of a line which passes through the origin and the midpoint of the line segment joining the point P0 -4 and P8, 0. ഇവിടെ പറഞ്ഞിരിക്കുന്നത് find slope of a line which passes through the origin. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന, സപ്പോസ് ദിസ് ഈസ് അവർ കോർഡിനേറ്റ്സ്, ഒറിജിനിലൂടെ, ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോയിന്റ് പാസ് ചെയ്യുന്ന ഒരു ലൈൻ which passes through the origin and midpoint of the line segment joining P0 -4, P8, 0. അതായത് 0 -4. Suppose this is the point P0 -4 and B. This is B8, 0. Okay. ഇതാണ് ഒരു ലൈൻ. ഈ ലൈൻ ഇങ്ങനെ പോകണേ, ഈ ലൈൻ ഇങ്ങനെ പോകണം. Find the slope of line which passes through the origin and the midpoint of the line. ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്ന മറ്റൊരു ലൈൻ. ഓക്കെ, ദിസ് ഇസ് ദ ലൈൻ. അത് ആ മിഡ് പോയിന്റിലൂടെ പോകുന്നു, ഒറിജിനിലൂടെ പോകുന്നു. ഉണ്ടോ? സോ ദിസ് ഇസ് ദ മിഡ് പോയിന്റ്. സോ ഈ ലൈനിന്റെ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. So this is our question. First of all, നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ലോപ്പ് കാണണമെങ്കിൽ 2 പോയിന്റ് വേണം. ഈ ലൈനിലെ ഒരു പോയിന്റ് നമുക്ക് ഇപ്പോൾ മനസ്സിലായത് ഒറിജിനിലൂടെ പോകുന്നതുകൊണ്ട് 0, എന്താണ് 0 ആണ്. പക്ഷെ വേറെ ഒരു പോയിന്റ് നമുക്ക് അറിയില്ല. അപ്പൊ ഈ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ പോയിന്റ് എന്ന് പറയുന്നത് പിയുടെയും ബിയുടെയും മിഡ് പോയിന്റ് ആണ്. അപ്പൊ മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിക്കണം. മിഡ് പോയിന്റ് ഫോർമുല നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചതാണ്. x1 + x2 / 2, y1 + y2 / 2. Suppose this is taken as x1 and y1 and this is taken as x2 and y2. Then midpoint എന്ന് പറഞ്ഞാൽ xകൾ തമ്മിൽ കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിക്കുക, yകൾ തമ്മിൽ കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. That is 8 + 0, 8/2 is equal to 4. പിന്നെ എന്താണ് ഇവിടെ വരുന്നത്? -4ഉം 0 ആണ്. സോ -4, 0, -4/2 is equal to -2. സോ 2 കോർഡിനേറ്റ് നമുക്ക് കിട്ടിയത് 4ഉം പിന്നെന്താണ് -2ഉം ആണ്. സോ put that value here. So this is equal to 4 and എന്താണ് -2. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ഇവിടെ 0, 0യും ഇത് 4, -2 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഈ ലൈനിന്റെ സ്ലോപ്പ് ആയിട്ട് മാറും. ഓക്കെ, സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എന്താണ്? y2 - y1, that is -2 -0 divided by x2 - x1. അതായത് രണ്ടാമത്തെ വിലയിൽ നിന്ന് ആദ്യത്തെ വില കൊടുക്കുന്നത്. That is 4 -0. This is equal to -2/4. വെട്ടി ഹരിക്കുമ്പോൾ -2 അതിനകത്ത് ഒരു തവണ, ഇതിനകത്ത് 2 തവണ. സോ ദ ആൻസർ ഈസ് -1/2. Clear? So this is the required slope for the line L1. Okay, clear? Without using Pythagoras theorem, show that the point are the vertices of a right angle triangle. Pythagoras theorem ഉപയോഗിക്കാതെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നമ്മൾ തെളിയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് 3 വശങ്ങളാണുള്ളത്. ഈ 3 ഉണ്ടായത് ഓരോ ലൈൻ വെച്ചാണ്. സപ്പോസ് ലൈൻ L1, ലൈൻ L2 ആൻഡ് ലൈൻ എന്താണ് L3. ഓക്കെ, ഈ ലൈനും ഈ ലൈനും പരസ്പരം ലംബമാണ്, പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് ഈസ് 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് M1, ഈ ലൈനിന്റെ സ്ലോപ്പ് M2. ഈ 2 ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ ഗുണിച്ചാൽ ദാറ്റ് ഈസ് M1 × M2 ചെയ്ത് കഴിഞ്ഞാൽ -1 കിട്ടിക്കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആണെന്നും ഈ പറയുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, സോ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകളെ പേര് കൊടുക്കാം. Suppose this is A and this is B and this is C. Clear? നമുക്ക് ആദ്യം AB, സ്ലോപ്പ് ഓഫ് AB ആണ്. സ്ലോപ്പ് ഓഫ് AB എന്ന് പറയുമ്പോൾ എയുടെ
എയും ബിയും തമ്മിലുള്ള വൈകൾ തമ്മിൽ കുറയ്ക്കണം, then എക്സുകൾ തമ്മിൽ കുറയ്ക്കണം. Okay, so y2 minus y1, that is 5 minus 4. 5 minus 4 divided by x2 minus x1, that is 3 minus 4. So 5 minus 4 is equal to 1, 3 minus 4 is equal to minus 1. So the answer is minus 1. Okay. Suppose this is A and this is B and this is B. We don't know. Suppose this may be C, this is maybe B. General item A, B, C. So A, B is minus 1. Okay. A, B is B, C. B, C. B, C. B, C. So B and C. ഇവിടെ ബി ഇതാണ്, സി എന്ന് പറഞ്ഞതാണ്. അതിന്റെ y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ സിയുടെ മൈനസ് 1 നിന്ന് ബിയുടെ 5 കുറയ്ക്കണം. -1 -5. ഓക്കെ, -1 -5. y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ ഇതിന്റെ ആദ്യത്തെ ആള് -1 മൈനസ് ഇവിടുത്തെ ആള് 3. രണ്ടുപേരും മൈനസ് ആണെങ്കിൽ നമുക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് -6 ഡിവൈഡ് ബൈ -1 -4. സോ മൈനസ് ഗെറ്റ് ക്യാൻസൽ. 6നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ദിസ് ഇസ് 3/2. യെസ്. ഇനി സ്ലോപ്പ് ഓഫ് എ സി ആണ്. എ സിയുടെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എയും സിയും തമ്മിലാണ്. അപ്പോൾ -1 നിന്ന് y2 -1 നിന്ന് എന്ത് കുറയ്ക്കണം, ഇതിന്റെ 4 കുറയ്ക്കണം. ഓക്കെ, ദിസ് -1 -4 ഡിവൈഡഡ് ബൈ അടുത്തത് എക്സുകൾ തമ്മിൽ കുറയ്ക്കണം. -1 again -4 -4. So ഇവിടെ -5 divided by -5. So minus get cancelled. Answer 5/5. 5/5, that's 1. Clear ആണോ? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എ സിയും എ ബിയും തമ്മിൽ ഒന്ന് ഗുണിച്ചാലോ. This is 1 and this is -1. 1 into -1 is equal to -1. അപ്പോൾ എ സി എന്ന് പറയുന്ന ലൈനും എ ബി എന്ന് പറയുന്ന ലൈനും പരസ്പരം ലംബമാണ്. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഫിഗർ തെറ്റാണ്. എ സി, ദിസ് ഇസ് സി ആൻഡ് ദിസ് ഇസ് ബി. അപ്പൊ എന്താണ്, എ സിയും ബി സിയും എന്താണ്, പരസ്പരം ലംബമാണ്. നിങ്ങൾ എഴുതാൻ സ്ലോപ്പ് പ്രോഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -1. therefore this is the vertices are the vertices of a right angle triangle. നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ? ഞാൻ ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാലൻസ് പാർട്ട് നമ്മൾ നാളെ എടുക്കും, ക്വസ്റ്റ്യൻ നമ്പർ 7 മുതൽ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വിസിറ്റ് അവർ വെബ്സൈറ്റ് ഓൾസോ. താങ്ക് യു വാട്സപ്പ്.